ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഹെൽത്തി ആയിട്ട് ഒരു ചെറുപയർ കറി നമുക്ക് എങ്ങനെ വയ്ക്കാം. മുരിങ്ങയില ആഡ് ചെയ്തിട്ട് ചെറുപയർ എങ്ങനെ വയ്ക്കാം. അപ്പോൾ അതിന് പയർ ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ട് കഴിഞ്ഞു. അത് ഒരു 4 വിസിൽ 4 വിസിൽ 4 വിസിൽ വയ്ക്കുന്നതിന് ശേഷം പിന്നെ മുരിങ്ങയില കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളി 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള. അത് കണക്കിന് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ചെറിയൊരു നുള്ള് കഷ്ണം. പിന്നെ ബാക്കി കറിവേപ്പില, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ജാറിലാണ്, മിക്സിയുടെ ചെറിയ ജാറിൽ. പിന്നെ കുറച്ച് ജീരകം ഞാനതിൽ ഇടുന്നുണ്ട്, കണ്ടോ, കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ. പിന്നെ അത് കണക്ക് തന്നെ വറ്റൽമുളക് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് കടുക് വറുക്കാനാണ് ഇതെല്ലാം. വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം ലാസ്റ്റ് കടുക് വറുത്ത് ഒഴിക്കാനാണ് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ചെറുപയറിൽ കൂടെ ഞാൻ അപ്പോൾ അതെല്ലാം കാണിക്കുന്നുണ്ട്. കൊണ്ടോ ഇതിൽ ജീരകം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം അതിൽ കുറച്ച് മഞ്ഞളിട്ട് ഇത് അരച്ച് വയ്ക്കുക. അതുകൊണ്ട് ഇത് ഈ തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ ജീരകം, പിന്നെ മഞ്ഞൾ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് വയ്ക്കുക. ലേശത്തിൽ കുറച്ച് വെള്ളവും കൂടെ വീഴ്ത്തി ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നല്ലവണ്ണം അരച്ചെടുക്കുക. മുരിങ്ങയില ചെറുപയറുമായിട്ട് മിക്സ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പം എന്നിട്ട് പയറിൽ കൂടെ ഞാൻ പച്ചമുളക് ഒരു 3 പച്ചമുളക്, 2 പച്ചമുളകോ അല്ലെങ്കിൽ 3 പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 1.5 സവാള അരിഞ്ഞിട്ടിട്ട് പിന്നെ മുരിങ്ങയില മിക്സ് ചെയ്യുകയാണ്. കാണാൻ പറ്റും മുരിങ്ങയില മിക്സ് ചെയ്യുന്നത്. മുരിങ്ങയില അതിലിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു 4 വിസിൽ 4 വിസിലാകുമ്പോൾ നല്ലവണ്ണം മുഴുവൻ പയറാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ മുഴുവനായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അരങ്ങിയ ഒരു പയറല്ല, അരങ്ങിയിട്ടുള്ള പയറല്ല, ഇത് മുഴുവനായിട്ടുള്ള പയറാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 വിസിലിന് ശേഷം വെന്ത് വന്നതാണ് കാണിക്കുന്നത് നിങ്ങൾ. അതിനുശേഷം അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തേങ്ങ അരച്ച് അരപ്പ് അതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ പിന്നെ ജീരകം, മഞ്ഞൾ, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത അരപ്പാണ് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്ത് അതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ടാണ് അത് കട്ടിപിടിച്ചിരിക്കുന്നത്, ഐസ് കണക്കിരിക്കുന്നത്, കളർ മാറിയിരിക്കും. അത് പ്യുവറായിട്ടുള്ളതുകൊണ്ടാണ്. നല്ല കോക്കനട്ട് എണ്ണ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നിട്ട് അത് ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുകിട്ടു, ഒരു ചെറിയ ടീസ്പൂൺ കടുകിട്ടു. അത് കുറച്ച് വറ്റൽമുളക്, 4 വറ്റൽമുളക് ഇടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ കടുക് വറുക്കാനുള്ളതിന് കറിവേപ്പില, ഇത് 3 ഐറ്റംസ് ഇട്ട് കുറച്ചൊന്ന് ഇതാകുമ്പോഴത്തേക്ക് ഇതെടുത്ത് നമ്മുടെ ഇതിൽ ഇപ്പം ചെറുപയർ കറിയിലോട്ട് താളിക്കുമ്പോഴത്തേക്ക് അത് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചെറുപയർ കറി. ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ പയറിടുമ്പോൾ തന്നെ മുരിങ്ങയിലയും കൂടെ ഇട്ട് ഒരു 4 വിസിൽ കേൾപ്പിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.